നമസ്കാരം, ഞാൻ ഡോക്ടർ എ സ്മിത് കുമാർ, അരീക്കൽ ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യനാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ജീവിതശൈലി രോഗങ്ങളെ പറ്റിയിട്ടാണ്. ജീവിതശൈലി രോഗങ്ങളെ പറ്റിയിട്ട് പറയുമ്പോൾ നമ്മൾ പൊതുവേ കരുതുന്നത് ഡയബറ്റിക്സ്, പ്രഷറ്, കൊളസ്ട്രോള്, തൈറോയ്ഡ് ഇന്ന് തുടങ്ങിയ രോഗങ്ങളായിരിക്കും. പക്ഷേ ഇത് മാത്രമല്ല, മിക്കവാറും എല്ലാ രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഡയബറ്റിക്സിനെ പറ്റി പറയുമ്പോഴത്തേക്കും എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ കുട്ടിക്കാലത്താണ്. അപ്പോൾ കുട്ടിക്കാലത്ത് ഒരാൾക്ക് ഡയബറ്റിക്സ് വന്നു കഴിഞ്ഞാൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിച്ച് മാൻ ഡിസീസ് എന്നാണ് പറയുന്നത്, അതായത് പണക്കാർക്ക് വരുന്ന രോഗം എന്നാണ് പറയുന്നത്. എന്നാൽ ഇന്നത്തെ സ്ഥിതിയോ, ഇന്ന് പണക്കാർക്കും പാവപ്പെട്ടവർക്കും എല്ലാം ഒരേപോലെ തന്നെയാണ് രോഗം വന്നിരിക്കുന്നത്. ഡയബറ്റിക്സിൻ്റെ കാര്യം മാത്രമല്ല, ഉദാഹരണത്തിന് തൈറോയ്ഡ് രോഗങ്ങൾ. എൻ്റെ കുട്ടിക്കാലത്ത് ഈ കല്ലുപ്പ് കുറുകിയിട്ടായിരുന്നു ഉപ്പ് ഒഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിനൊരു ബോധോദയം തോന്നി, എന്താണ് ഈ കല്ലുപ്പ് കഴിക്കുന്നത് കൊണ്ടാണ് തൈറോയ്ഡ് രോഗങ്ങളുണ്ടാകുന്നത്. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്തു? ഈ കല്ലുപ്പ് കംപ്ലീറ്റ് ബാൻ ചെയ്ത് അയഡൈസ്ഡ് ഉപ്പാക്കി. അയഡൈസ്ഡ് ഉപ്പാക്കിയതിന് ശേഷം അന്നുണ്ടായിരുന്ന തൈറോയ്ഡ് രോഗികളുടെ എണ്ണവും ഇന്നുള്ള തൈറോയ്ഡ് രോഗികളുടെ എണ്ണം ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ എന്തുമാത്രം വ്യത്യാസമുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഈ കല്ലുപ്പ് കഴിക്കുന്നതുകൊണ്ടാണോ തൈറോയ്ഡ് രോഗം, അല്ലെങ്കിൽ അയഡൈസ്ഡ് ഉപ്പ് ഇല്ലാത്തതുകൊണ്ടാണോ തൈറോയ്ഡ് രോഗം ഉണ്ടാകുന്നത്? ഇതെല്ലാം ബേസിക്കലി നമ്മുടെ ജീവിതശൈലിയുടെ പ്രശ്നങ്ങളുണ്ടാക്കുന്നതാണ്. കഴിഞ്ഞ 10-20 വർഷമായിട്ട് മാറിയ ജീവിതശൈലികളാണ് ഇന്ന് കേരളത്തെ ഒരു രോഗ ആതുരമായിട്ടുള്ള മേഖലയാക്കി മാറ്റിയിരിക്കുന്നത്. അത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിൽ വന്ന ടെക്നോളജികളുടെ ചില മാറ്റങ്ങളാണ്. നമ്പർ 1 വില്ലൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഫ്രിജറേറ്ററാണ്. വേവിച്ച സാധനങ്ങൾ ഫ്രിഡ്ജിനകത്ത് വെക്കുന്നതും അത് വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുന്നതുമാണ് രോഗത്തിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട കാരണം. മാത്രമല്ല, സ്ത്രീകളുടെ രോഗങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പണ്ട് നമ്മൾ വെള്ളം കോരുക എന്ത് നല്ല എക്സസൈസായിരുന്നു. അതേപോലെ അരയ്ക്കുക എന്ത് നല്ല എക്സസൈസായിരുന്നു. ആട്ടുക എന്ത് നല്ല എക്സസൈസായിരുന്നു. അപ്പോൾ നമ്മൾ ടെക്നോളജി മാറിയതിലൂടെ, ടെക്നോളജിയുടെ ശരിയായ ഉപയോഗം അല്ലാത്തതുകൊണ്ടും ഒക്കെ നമുക്കിന്ന് ജീവിതശൈലി രോഗങ്ങളാണ് വർദ്ധിച്ചിരിക്കുന്നത്. പ്രഷറിൻ്റെ കാര്യമാണെങ്കിലും കൊളസ്ട്രോളിൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ സ്ഥിതി തന്നെയാണ്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ആഹാര രീതികളിൽ, അതായത് ഏത് ആഹാരമാണ് നല്ലത്, ഏത് ആഹാരമാണ് മോശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചൂണ്ടുപലക എന്ന് പറഞ്ഞാൽ പഴയ കേരളീയ സദ്യയാണ്. ഇപ്പോഴത്തെ കേരളീയ സദ്യ അല്ല കേട്ടോ. പഴയ കേരളീയ സദ്യക്കകത്ത് വിഭവങ്ങൾ വിളമ്പുന്നതിന് ഒരു സ്ഥാനമുണ്ട്. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാവും. ഇപ്പോഴും മാറ്റി വിളമ്പിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാരണവന്മാർ ശകാരിക്കാറുണ്ട്. അത് വലത് കൈയുടെ ഏറ്റവും അടുത്തിരിക്കുന്നതൊക്കെ ആണെങ്കിൽ എരിവ് കുറഞ്ഞതാണ്. വലത്തുനിന്ന് ഇടത്തോട്ട് പോകുന്തോറും എരിവ് കൂടി വരും. അതുകൊണ്ട് ഏറ്റവും ഇടതുവശത്ത് വെച്ചിരിക്കുന്ന എന്തൊക്കെയാണ്? എരിവ് കൂടിയ അച്ചാറുകൾ, ഇഞ്ചിക്കറികളൊക്കെയാണ്. ഇടത്തുനിന്ന് വലത്തോട്ട് വരുംതോറും എരിവ് കുറഞ്ഞു. അതുകൊണ്ട് വലത് കൈയിൽ നിന്ന് വളരെ ദൂരെയാണ് എരിവുള്ള സാധനങ്ങളും വലത് കൈയുടെ ഏറ്റവും അടുത്ത് എരിവ് ഇല്ലാത്ത വിഭവങ്ങളുമാണ്. അതുപോലെ വിശന്നിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ എരിവുള്ള സാമ്പാറല്ല കഴിക്കുന്നത്, മറിച്ച് ചെറുപയറിൻ്റെ പരിപ്പും നെയ്യും കൂടെയാണ്. ഇത് കഴിച്ചൊരു കോട്ടിങ്ങൊക്കെ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ സാമ്പാറിൽ. പലപ്പോഴും ഈ സദ്യയിൽ വിളമ്പുന്നൊരു വിഭവമാണ് ചക്കര ഉരട്ടി. എപ്പോഴാണ് ഈ ചക്കര ഉരട്ടി കഴിക്കേണ്ടത് പലർക്കും കൃത്യമായിട്ട് അറിയത്തില്ല. ഈ ചക്കര ഉരട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എരിവും മധുരവും ഉള്ളതാണ്. അപ്പോൾ എരിവ് കഴിച്ചതിന് ശേഷം മധുരം കഴിക്കുന്നതിന് മുമ്പ് വയറിനെ പ്രിപ്പയർ ചെയ്യാനാണ് ഈ ചക്കര ഉരട്ടി സദ്യയിൽ വിളമ്പുന്നത്. പലപ്പോഴും ആൾക്കാർ ചോറ് വരാൻ താമസിപ്പിക്കുമ്പോൾ ഈ ചക്കര ഉരട്ടി എടുത്ത് കഴിക്കും. ഈ സാമ്പാർ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ പിന്നീട് പായസത്തിലേക്ക്. ഇപ്പോൾ ഇന്നത്തെ പായസമൊക്കെ ആണെങ്കിൽ അശാസ്ത്രീയമാണെന്ന് എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ അടയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൈദയാണ്, അരിയുടെ അടയാണ് വേണ്ടത്, മൈദയാണ്. പിന്നീട് ഏറ്റവും അവസാനമാണെങ്കിൽ മോരും കൂടെ. ആയുർവേദത്തിൽ ഏറ്റവും അമൃതിന് തുല്യമായിട്ട് പറയുന്നത് ഈ വെണ്ണമാറ്റിയ മോരാണ്. അപ്പോൾ വെണ്ണമാറ്റിയ മോരും കൂടെ കഴിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ സദ്യ അവസാനിപ്പിക്കാൻ പാടുള്ളൂ. അപ്പോൾ എന്ത് കഴിക്കണം, എന്ത് കഴിക്കേണ്ട എന്നതിൻ്റെ ഒരു ചൂണ്ടുപലക നമുക്ക് ഇതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ ഒരു ആഹാര രീതി നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ ജീവിതശൈലി രോഗങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണെങ്കിൽ നമുക്ക് പോകാൻ സാധിക്കും. അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള വ്യായാമം, അത് വളരെ പ്രധാനമാണ്. കുറച്ച് നേരമെങ്കിലും ദിവസം ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ ഒന്നിൽ ഏറ്റവും നന്നായിട്ട് നടക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള യോഗകൾ ചെയ്യുക. യോഗകൾ ഏറ്റവും ഫലപ്രദമാണ്. ഇൻറ്റേർണൽ ഓർഗൻസിന് നമുക്ക് ഏറ്റവും കൂടുതൽ ശക്തി കൊടുക്കുന്ന യോഗകളാണ്. അപ്പോൾ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും, അല്ലെങ്കിൽ മിനിമം ഒരു 5 യോഗകൾ എങ്കിലും ചെയ്യുക. അതുപോലെ ഉറങ്ങുന്ന സമയം അത് വളരെ പ്രധാനമാണ്.
രാത്രിയിൽ താമസിച്ച് കിടക്കുന്നതും പലപ്പോഴും ആണെങ്കിൽ രോഗത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് നമ്മൾക്കൊരു ബയോളജിക്കൽ ക്ലോക്കുണ്ട്. ആ ക്ലോക്ക് അനുസരിച്ച് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ജീവിതശൈലി രോഗത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു ആരോഗ്യപൂർണ്ണമായിട്ടുള്ള ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.